പല ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കടം മേടിച്ചു. അത് ഈ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ പ്രോഫിറ്റ് കാണുമല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു 1,00,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം ഒരു വലിയ പ്രോഫിറ്റ് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈഗോ ആയിരിക്കും. ഓക്കെ, നമ്മളെല്ലാം പഠിച്ചു, നമ്മൾ ട്രേഡറായി, ഇതാണ് നമ്മുടെ തോട്ട്. അപ്പം അത്രയും നാൾ വന്ന ലോസ് നമ്മൾ ആ സമയത്ത് ഓർക്കില്ല. അപ്പം നമുക്ക് കോൺഫിഡൻസ് ആയി. പിന്നെ പലരുടെ അടുത്തുനിന്നും ഞാൻ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ഓരോരുത്തുനിന്നും 1,00,000 രൂപ ഞാൻ മേടിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയും 10% ഞാൻ മാസം തരാം ഇൻട്രസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ മേടിക്കുന്നത്. അപ്പം ഈ 1,00,000 രൂപ മേടിക്കും. ഇതിൽ എന്ന് പറയുമ്പോൾ ഒരു വർഷം 120% പലിശ. അതെ, 120% പലിശ. ബാങ്കുകാരൊക്കെ ഇത്രയൊന്നും കൊടുക്കുന്നില്ല. അത് എനിക്കിവിടെ പബ്ലിക്കായിട്ട് പറയാൻ പോലും പറ്റില്ല. പക്ഷേ എന്നാലും ഇതാണ് ഞാൻ റിയാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ മേടിച്ച പൈസ നഷ്ടം വരും. അപ്പോൾ ഈ നഷ്ടം നികത്താൻ മാസം 10,000 രൂപ വെച്ച് കൊടുക്കണം. അതിന് പിന്നെയും വേറെ പൈസ മേടിക്കും, കടം മേടിക്കും. പിന്നെ അങ്ങനെ പോയി വലിയ വലിയ നഷ്ടങ്ങളിലോട്ടെത്തി, വലിയ വലിയ കടങ്ങളിലേക്ക് എത്തി. ഞാൻ പല വീഡിയോസിലും ഞാൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത് എൻ്റെ ഒരു യങ്ങർ സെൽഫിന് ഞാൻ ഇപ്പോൾ എന്ത് അഡ്വൈസ് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ബിഗിനേഴ്സ് ഇതുപോലുള്ള മണ്ടത്തരം അല്ലെങ്കിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ഈ ബിഗിനേഴ്സ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത്.